സാറേ, ഇന്ത്യൻ ബ്രീഡായ ഒരു പശുവിന് 40 കോടി രൂപ, അതിപ്പം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്താ എൻ്റെ വിശദാംശം? ഇത് ബ്രസീലിലുള്ള ഇന്ത്യൻ വംശജ ആയ ഒരു പശു ആണ്. എന്ന് പറഞ്ഞാൽ ഈ ആന്ധ്രയിലെ ഈ നെല്ലൂർ, നമ്മൾ ഈ വെച്ചൂർ പശു എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ആ നെല്ലൂരിൽ നിന്നുള്ള ആന്ധ്ര നെല്ലൂർ പശുക്കൾ വലിയ പേരുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വിയാറ്റിന 19 എന്നാണ് പശുവിൻ്റെ പേര്. ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു പശുവിന് 40 കോടി ലേലത്തിൽ കിട്ടുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തതാണ് അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഗിന്നസ് ലോക റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. ലോകത്തിൽ ഇങ്ങനെ വിൽക്കുന്ന ഏറ്റവും വില കൂടിയ പശു ആണ് ഈ ഇന്ത്യൻ വംശജയായ പശു. ബ്രസീലിലെ മിനാസ് ജെറൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലേലം നടന്നത്. അവിടെയാണ് 40 കോടിക്ക് ഇത് വാങ്ങിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ 1101 കിലോ ആണ് ഇതിൻ്റെ ഭാരം. അത് സാധാരണ ഈ നെല്ലൂർ പശുക്കളുണ്ടല്ലോ, ഇതിൻ്റെ പകുതിയെ തൂക്കം ഉണ്ടാവാറുള്ളൂ, ഭാരം. സാധാരണ നെല്ലൂർ പശുക്കളുടെ ഇരട്ടി ആണിപ്പോൾ ഇതിൻ്റെ ഭാരം. അപ്പോൾ ലോക ഈ കാലികൾ അല്ലേ, ലൈവ് സ്റ്റോക്ക് കന്നുകാലികളിൽ ഒരു റയർ സ്പെസിമെൻ, ഒരു അപൂർവ ഇനമാണ് ജീവി, അപൂർവ ഇനം, അപൂർവ ജീവി എന്നൊക്കെ ഈ വിയാറ്റിനയെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഈ സാധാരണ വലിയ സുന്ദരികളായ സ്ത്രീകളെപ്പോലെ വർണ്ണിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ വർണ്ണനകൾ, ഈ പശുവിൻ്റെ വർണ്ണനകളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളിൽ കാണുന്നത്. 53 മാസം ആണ് പ്രായം. അപ്പോൾ ഒരു 4 വർഷം അല്ലേ? അതെ, ആയി. അത് ആരും നോക്കി നിന്ന് പോകും എന്നാണ് പശുവിനെ കണ്ട, ആരെയും ഭാവഗായകനാക്കും അല്ലേ, അത്ര സുന്ദരിയായ എന്ന് സിനിമാ പാട്ടിൽ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ വെളുത്ത രോമക്കുപ്പായമൊക്കെ ഇടില്ലേ, അതുപോലെയുള്ള വെള്ള നിറമാണ് ഇതിന്. പിന്നെ ലൂസായിട്ടുള്ള ത്വക്ക്, പിന്നെ ഷോൾഡറിലൊരു മുഴ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ചയിൽ ഇതൊരു വലിയ അനന്യമായിട്ടുള്ള ഇനമായിട്ടാണ് പറയുന്നത്. യുണീക്ക് ആണിത്. ഈ ശാരീരിക സൗന്ദര്യത്തിന് പുറമെ ഇതിൻ്റെ ഈ ജനിതക എന്താ പറയുക കോമ്പോസിഷൻ, ജനിതക ഘടന, അതും വളരെ വിശേഷമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇതിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ടെക്സസിലെ ഫോർട്ട് വർത്തിൽ ചാമ്പ്യൻ ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ നടന്നിരുന്നു. അതിൽ ഈ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മത്സരം, അതിൽ മിസ് സൗത്ത് അമേരിക്ക പട്ടം ഈ വിയാറ്റിന പശു നേടിയിരുന്നു. അത് മിസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് മത്സരമില്ലേ, സാധാരണ പെൺകുട്ടികൾക്ക് യുവതികൾക്കുള്ളതുപോലെ, അതുപോലെ കന്നുകാലികൾക്കുള്ള മത്സരമാണ് ഇത്, മിസ് സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത്. അത് ആഗോളമായിട്ട് ഉള്ള പശുക്കൾ മാത്രമല്ല, കാളകളും കൊണ്ടുവന്നിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ചിട്ട് മത്സരം നടത്തി നോക്കുന്നതാണ്. ഈ കന്നുകാലികൾക്കിടയിലെ ഏറ്റവും മനോഹരമായ ഇനങ്ങളെ അവിടെ കൊണ്ടുവരും, എന്നിട്ടാണ് മത്സരം നടത്തുന്നത്. ഈ വിയാറ്റിന പശുവിൻ്റെ പേശികൾ അത് ഒരു അപൂർവ കോമ്പോസിഷനാണ് എന്ന് പറയുന്നുണ്ട്. ഒരു അപൂർവ ജനിതക ഘടനയാണ് അതിനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് രാജ്യാന്തര മത്സരത്തിൽ പല ഘടകങ്ങളുണ്ടല്ലോ, ഈ പേശികളും ഒക്കെ നോക്കിയിട്ടുണ്ട് അതിൽ നിൽക്കാനായിട്ട്. ഈ നെല്ലൂർ ഇനം പശുക്കളുടെ വളരെ വിശേഷമായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ
കാലാവസ്ഥ ഉണ്ടല്ലോ, ട്രോപ്പിക്കൽ, ചൂട് ഒക്കെയുള്ള, താപം ഒക്കെയുള്ള കാലാവസ്ഥ. പിന്നെ രോഗപ്രതിരോധം അതിലുമൊക്കെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ബ്രസീലിലെ കന്നുകാലികൾക്കിടയിൽ ഈ നെല്ലൂർ ഇനം ആണ് ഏറ്റവും വിശേഷം. അത് 80% ബ്രസീലിൽ സെബു എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടതാണ്, 80%. അപ്പോൾ നെല്ലൂർ ഇനത്തിൽപ്പെട്ടത് അധികമില്ല എന്നർത്ഥം. അപ്പോൾ ഈ സെബു എന്ന് പറഞ്ഞ ഇനം ഇത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സബ് സ്പീഷീസ് ആണെന്ന് പറയുന്നുണ്ട് സെബു. അപ്പോൾ ആ ബ്രസീലിലെ 80% പശുക്കൾ ഇല്ലേ, അത് കന്നുകാലി ഇനവും ഇന്ത്യയിൽ തന്നെ ഉറവെടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എംബ്രിയോ എന്താണ്, അണ്ടം അല്ലേ, ഈ പശുവിൻ്റെ, അതിന് വലിയ ഡിമാൻഡ് ഉണ്ടെന്ന്. അപ്പോൾ അതും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാകണം. അപ്പോൾ അതിൽ നിന്നും പണം കിട്ടുമല്ലോ. അപ്പോൾ 40 കോടി നഷ്ടമില്ലാതെ വരുമായിരിക്കും. അപ്പോൾ ഈ ബ്രീഡിംഗ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അതിലുമൊക്കെ ആളുകൾ വളരെ വിശേഷപ്പെട്ടതായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നതാണ് ഇതിൻ്റെ അണ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ഇനങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടല്ലോ, അതിൽ ഇതും കൂടിയൊക്കെ ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വളരെ വെല്ലുവിളിയുള്ള പരിസ്ഥിതികളിലുമൊക്കെ എങ്ങനെ വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഈ ഇനത്തിന് കഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലൂസായിരിക്കുന്ന ത്വക്ക് ചൂടിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ആ മുഴയില്ലേ, അതിൻ്റെ തോൾ ഭാഗത്തുള്ള അത് ഈ ഒരു സംഭരണിയാണെന്നാണ് പറയുന്നത്. അതായത് ആഹാരമൊക്കെ ദുർലഭമാകുന്ന അവസ്ഥയിൽ ഒരു ഊർജ സംഭരണിയായിട്ട് അത് പ്രവർത്തിക്കുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വളരെ ശക്തമായ ഘടനയാണ് അതിനുള്ളത്, ശാരീരിക ഘടന. അപ്പോൾ ഈ ബ്രീഡിംഗ് പദ്ധതികളിലൊക്കെ ഹൈലി പ്രൊഡക്റ്റീവ് അല്ലേ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നെല്ലൂർ ഈ ഇനത്തിന് വലിയ ചരിത്രമുണ്ട്. ഇന്ത്യയിൽ തുടങ്ങി പിന്നെ ആന്ധ്രയിലെ പ്രകാശം ജില്ലയിലാണ് ഈ ഇനമുള്ളത്. ഇത് ബ്രസീലിൽ 1800-കളിലാണ് ആദ്യമായിട്ട് ഈ ഇനം പശുക്കളെത്തുന്നത്. ഇപ്പോൾ ബ്രസീലിലെ കന്നുകാലി ഇനത്തിൽ ഏറ്റവും കൂടുതൽ ആഗോളമായിട്ട് ശ്രദ്ധിക്കുന്ന ഇനമായിട്ട് വന്നു. ഈ നെല്ലൂർ ഇനം ഇപ്പോൾ ആന്ധ്രയിലല്ല ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നത്, ബ്രസീലിലാണ്. ഓ ശരി, അവിടെയാണ് അതിൻ്റെ ബ്രീഡ് ചെയ്യുന്നത്. നെല്ലൂരിൽ ബ്രസീലിലാണ്. അത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഇന്ത്യയിലേക്കും ബ്രസീലിൽ നിന്നായിരിക്കും കയറ്റി എന്നുള്ള മട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അർജൻറ്റീന, പരാഗ്വേ, വെനസ്വേല, മെക്സിക്കോ, മാത്രമല്ല അമേരിക്കയിലേക്കും ഒക്കെ ഇത് കയറ്റി അയക്കുന്നതായിട്ട് റിപ്പോർട്ടുകളിൽ വരുന്നുണ്ട്. അത്രയും ഡിമാൻഡ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? വലിയ ഡിമാൻഡാണ്. അതാണ് ഒരെണ്ണത്തിന് തന്നെ 40 കോടി എന്ന് പറയുമ്പോൾ മറ്റുള്ളവയ്ക്കും ഒട്ടും മോശമാവില്ല എന്ന് വേണമല്ലോ കണക്കാക്കാൻ. അതെ. അപ്പോൾ എന്തായാലും ഇന്ത്യക്കാർക്ക് അത് അഭിമാനിക്കാം അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബ്രീഡ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ പോലും ഇത്രയും വിലയിലേക്ക് എത്തിയില്ലേ. നമുക്കൊരു സങ്കല്പിക്കാൻ കഴിയുന്ന വിലയല്ലല്ലോ, ഒരിക്കലും അല്ല. മാത്രമല്ല പശുവിൻ്റെ ഒരു ഭംഗി, ആകാരം, ഇതൊക്കെ തന്നെ വിവരിക്കണമെങ്കിൽ അത്ര ഒരു ഗുണങ്ങൾ അല്ലെ സവിശേഷതകളൊക്കെ നിറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.